KPCC സെക്രട്ടറി കൂടിയായിട്ടുള്ള അനീഷ് വരിക്കണ്ണാമല പ്രദേശവാസി കൂടിയാണ്. നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്? അപകടത്തിൽപ്പെട്ടവരിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രഞ്ജിത കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടു എന്ന വിവരമുണ്ട്. എന്നതിനപ്പുറത്തേക്ക് സ്ഥിരീകരണമില്ല. എന്താണ് സാഹചര്യം എന്നതിനെക്കുറിച്ച് നമുക്കൊരു സ്ഥിരീകരണം യഥാർത്ഥത്തിലില്ല. യഥാർത്ഥത്തിൽ ഈ കുട്ടി UK നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഗൾഫ് നാടുകളായിരുന്നു, നിലവിൽ UK വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 3 ദിവസം മുമ്പ് PSCയുടെ റാങ്ക് ലിസ്റ്റ് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ തിരിച്ചു വരണം. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് പോയി, അവിടെ നിന്ന് ചെന്നൈക്ക് പോയി. ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിന് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പൊ UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുൻപ് ഗൾഫിലായിരുന്നു. അപ്പൊ UK നിന്ന് 3 ദിവസത്തേക്കാണ് ഈ ജോലി ലഭിച്ചത് ബന്ധപ്പെട്ട് സർക്കാർ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ നാട്ടിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോയെന്നാണ് വീട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപകടത്തിൽ പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ അറിയില്ല. പക്ഷേ വീട്ടിലെ അമ്മയും ആ കുട്ടിയുടെ മക്കളുമാണ് ഇവിടെയുള്ളത്. മൂത്ത മോൻ 10ാം ക്ലാസ് പഠിക്കുന്നു, പുല്ലാട് SVHSലെ. മോള് OEM സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? അങ്ങനെ ഒരു അപകടം അത് സ്ഥിരീകരണം ആയിട്ടില്ല, ഔദ്യോഗികമായിട്ട് അറിയത്തില്ല. നമ്മൾ ഇത് അറിഞ്ഞ് ഓടിയോ അതിന്റെ നമുക്കൊന്നും അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും. ആദ്യ സൂചനകൾ എന്തായിരുന്നു ചേട്ടാ? ഇവിടെ നമുക്ക് ചേർന്ന് കിട്ടിയ ആദ്യ വിവരം എന്തായിരുന്നു? ഇങ്ങനെ രഞ്ജിത നായർ എന്ന് പറയുന്ന ഏത് കുട്ടിയാണ്, അച്ഛൻ്റെ പേര് മാത്രമേ ആദ്യം വന്നുള്ളൂ, ഗോപകുമാർ നായർ. അപ്പം ഞങ്ങളെല്ലാവരും ആ പടം ഒന്ന് അങ്കലാപ്പില്ല. ഇതാരാ ഈ വാർത്ത ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം പെട്ടെന്ന് ഇങ്ങനെ മുട്ടുമൺ സ്വദേശിയാണെന്ന്, പുല്ലാട് സ്വദേശിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം എല്ലാ സുഹൃത്തുക്കളുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നലെയാണ് ഇവൾ പോയതെന്നും. ഞങ്ങൾ തൊട്ടടുത്തുള്ള, ഞാൻ ഇതിനപ്പുറമുള്ള ആളാണ്. അപ്പോൾ ഞാനിവിടുത്തെ മുൻ വാർഡ് മെമ്പർ കൂടാണ്. അപ്പോഴാണ് ഓടി ഞങ്ങൾ വന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നപ്പം ഇതുപോലെ തന്നെ നിങ്ങളും വരുന്നു. ഇപ്പം വന്നപ്പോഴാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ നമുക്ക് ഇത്രയും വലിയ അപകടമാണെന്നുള്ളത് നമ്മൾ TV കൂടെ കണ്ടു. അപ്പോൾ ഇത്രയും എന്താണെന്ന് ഒരു അറിയിപ്പ് കിട്ടിയില്ലെങ്കിൽ, കാരണം ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം വളരെ വലിയ ഭയത്തിലാണ്. ഒരു വിവരവും ഇല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികൾ അടങ്ങുന്ന വീടാണ്. അമ്മയും കൊച്ചു കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ പ്രദേശത്ത് എല്ലാവരും ആകെപ്പാടെ ഒന്ന് ഭയന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിജസ്ഥിതി അറിയാത്തതിന്റെ പേരിൽ ഒരു ഭയം നേരിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അപ്പോൾ അത് നല്ല വാർത്തകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായ വിവരങ്ങൾ ലഭ്യമാകാത്തതിന്റെ ഒരു ചെറിയ ആശങ്ക കൂടിയുണ്ട്.